ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നിലവിൽ നമ്മുടെ പവർ റൂമിലേക്ക് കയറാനായിട്ട് ഉള്ള ചലഞ്ച് 1 നടന്നിരിക്കുകയാണ്. ആ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ റൂമിലുള്ളവർ റിപ്പോർട്ടേഴ്സ് ആയിരിക്കും, ബാക്കിയുള്ള ടീമുകൾ ഗസ്റ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ പവർ ടീം ഈ ഗസ്റ്റിനോട് 3 ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ അതായത് ഗസ്റ്റ് ടീമിൽ യോഗ്യത ഇല്ലാത്തവർ ആരാണ്, അതിനുള്ള കാരണങ്ങളും പറയുക. തിരിച്ച് പവർ ടീമിൽ യോഗ്യതയില്ലെന്ന് ഗസ്റ്റ് ടീമിന് തോന്നുന്നത് ആരാണോ അവരെ പറയുക. മൂന്നാമത്തത്, നിലവിലെ പവർ ടീമിനെ കുറിച്ചുള്ള ഗസ്റ്റിന്റെ അഭിപ്രായം എന്താണ്. ഈ 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ക്യാപ്റ്റൻ ആയിരിക്കും മോഡറേറ്റർ. അവസാനം ചർച്ചകൾക്കൊടുവിൽ സംവാദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറുചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനായിട്ട് സാധിക്കും. എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ക്യാപ്റ്റന് ഗസ്റ്റിനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ടീമുകളും വളരെ ഭംഗിയായിട്ട് തന്നെ മത്സരിച്ചു. അപ്പോൾ പവർ ടീമിന് ആദ്യത്തെ പ്രാവശ്യം ഉണ്ടായ അത്ര എനർജി പിന്നെ കണ്ടില്ലായിരുന്നു. പിന്നെ അവിടെ ചോദിച്ച ഒരു ചോദ്യം, ഗസ്റ്റ് ടീമിൽ യോഗ്യതയില്ലാത്ത ആൾ ആരാണെന്നായിരുന്നു ഒരു ചോദ്യം. അപ്പോൾ എല്ലാ ടീമും ഇപ്പോൾ സ്പ്ലിറ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആർക്കാണ് യോഗ്യത ഇല്ലാത്തതെന്ന് പറയാനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എല്ലാ ടീമുകൾക്കും. എന്നാലും അവർ ഒരാളെ ചൂസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പവർ ടീമിൽ യോഗ്യതയില്ലാത്തതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് ഗബ്രീനെ ആയിരുന്നു. കാരണം പറഞ്ഞത്, ഗബ്രി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കളിക്കുന്നില്ല, ജാസ്മിനെ കൂട്ടുപിടിച്ചാണ് കളിക്കുന്നത്. ഡിസിഷൻ മേക്കിലും ജാസ്മിൻ്റെ ഒപ്പീനിയൻ ആണ് ഗബ്രി പറയുന്നത്. ജാസ്മിൻ്റെ ഒരു ഷാഡോ ആയിട്ടാണ് ഗബ്രി നിൽക്കുന്നത് എന്നൊക്കെയായിരുന്നു ഗസ്റ്റ് ടീമിലെ ആളുകൾ ഗബ്രിക്ക് യോഗ്യതയില്ലെന്ന് പറയാനുണ്ടായ കാരണങ്ങൾ. അത്യാവശ്യം ഭേദമില്ലാത്ത രീതിയിൽ ഗബ്രി അതിനൊക്കെ മറുപടി കൊടുത്തിരുന്നു. പക്ഷെ ഗബ്രി ഗസ്റ്റ് ടീമിനെ പറയാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവനിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അതെന്താണ് അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ഒത്തിരി സമയം ഗബ്രി വേസ്റ്റാക്കി കളഞ്ഞു. കാരണം അവന് ഉത്തരം കൊടുക്കാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗബ്രി അവിടെ കുറച്ച് വീക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നീട് ചോദിച്ചത് നിലവിലെ പവർ ടീമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ്. അപ്പോൾ എല്ലാവരും വളരെ മോശം അഭിപ്രായമായിട്ടാണ് പറഞ്ഞത്. എസ്പെഷ്യലി ഒരു വീക്കായിട്ടുള്ള ഗബ്രി അവിടെ ഉണ്ട്. പിന്നെ അവിടെ ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകൾ ആയിട്ട് പറഞ്ഞത് അർജുനെയും റസ്മിനെയാണ്. അപ്സരേനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. പിന്നെ നോറ ഗബ്രിയോട് ഒരു കാര്യം ചോദിച്ചപ്പോൾ ഗബ്രി നോറനെ കൊഞ്ഞനം കുട്ടി കാണിച്ചു. അപ്പോൾ അതൊക്കെ പവർ റൂമിൽ ചേർന്ന നടപടിയായിട്ട് തോന്നിയില്ല. അപ്പോൾ പിന്നെ നിലവിൽ ഇപ്പോൾ ജിൻഡോക്കും ഗബ്രിക്കും ഓൾറെഡി ബിഗ് ബോസിൻ്റെ നിന്നും ലാലേട്ടൻ്റെ നിന്നും ഒക്കെ വാണിംഗ് കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ നോമിനേഷനിലും ഒരാൾ പവർ റൂമിലും കയറി സേഫായിരിക്കുവാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ വന്നിരുന്നു. എല്ലാ ടീമുകളും ഗംഭീരമായിട്ട് തന്നെ മത്സരിച്ചു. എല്ലാവർക്കും അവരുടേതായ പോയിന്റ്സ് പറയാൻ സാധിച്ചു എന്നാണ് എല്ലാവരും പറഞ്ഞത്. തങ്ങൾക്കിപ്പോൾ ഈ ഒരു ചലഞ്ചിൽ പോയിന്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ സാധിച്ചു എന്നാണ് എല്ലാ ടീമുകളും പറഞ്ഞത്. അപ്പോൾ ടീം വൈസ് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ പവർ റൂമിൻ്റെ പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ടീം ടണലാണ്. അതിൽ നമ്മുടെ അഭിഷേക് എസ് ഉണ്ട്, ജാൻമണി ഉണ്ട്, പിന്നെ ശരണ്യുണ്ട്, ഋഷിയുണ്ട്, പൂജയുണ്ട്. അപ്പം ഇവർക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ അവർ കോമൺ ആയിട്ട് ക്രൈറ്റീരിയ വെച്ചത് സത്യസന്ധമായിട്ടുള്ള ഒപ്പീനിയൻസ് പറയുക, ജെന്യൂനായിട്ട് പറയുക, ടീമിൻ്റെ യൂണിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ പവർ റൂം ഇവരെ വിലയിരുത്തിയത്. അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ടണൽ ടീമാണ്. അവർക്ക് 2 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ് ചലഞ്ച് 1. സെക്കൻഡ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ടീമാണ്. നെക്സ്റ്റ് ടീമിലുള്ളത് നമ്മുടെ DJ സിബിൻ, ശ്രീതു, ശ്രീരേഖ, അൻസിബ, ഇത്ര പേരാണ് നെക്സ്റ്റ് ടീമിലുള്ളത്. അവർ 1 പോയിൻ്റാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഫസ്റ്റ് ചലഞ്ച് കഴിഞ്ഞപ്പോൾ.
മൂന്നാമതായിട്ട് എത്തിയിരിക്കുന്നത് ഡെൻ ടീമാണ്. ഡെൻ ടീമിലുള്ളത് സായി, നോറ, ജിൻഡോ, അഭിഷേക്, നന്ദന. ഇത്ര പേരാണ് ഡെൻ ടീമിലുള്ളത്. അവർക്കാണ് മൂന്നാം സ്ഥാനം ലഭിച്ചത്. അവർക്ക് പോയിൻ്റ് ഒന്നും ഇല്ല. അങ്ങനെ ഫസ്റ്റ് ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ടീമിൻ്റെ പോയിൻ്റുകൾ: ടണൽ 2 പോയിൻറ്റ്സ്, ടീം നെസ്റ്റ് 1 പോയിൻറ്റ്, ടീം ഡെൻ 0 പോയിൻറ്റ്സ്. അപ്പോൾ ഇനി കൂടുതൽ ചലഞ്ചസൊക്കെ വരും. ഇന്നത്തെ ടാസ്കൊക്കെ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.